താഹയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വ ഇന്നി ലഗഫാറുൻ ലിമൻ താബ വ ആമന വ അമില സാലിഹ സുമ്മ ഇഹ്തദ. വ ഇന്നി ലഗഫാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഞാൻ ഗഫാറാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കമ്മിയ തെറ്റ് ചെയ്താലും അതേപോലെ തന്നെ എങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്. ലിമൻ താബ അല്ലേ, വ ആമന വ അമില സാലിഹൻ സുമ്മ ഇഹ്തദ. താബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പശ്ചാത്തപിക്കുക, കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക്, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള മടക്കം. പിന്നെ ആമന വ അമില സാലിഹൻ, ഈമാൻ ഉൾക്കൊള്ളുക, സൽപ്രവൃത്തി അനുഷ്ഠിക്കുക. സുമ്മ ഇഹ്തദ, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നല്ല, പിന്നെയോ അതോടൊപ്പം ഒപ്പം ഇഹ്തദ. അതാണ് ഇഹ്തദ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ ഇഹ്തദ? ഇസ്തിഖാമത്ത്. സുമ്മ ഇസ്തഖാമ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ പശ്ചാത്താപ മനസ്ഥിതി ഉണ്ടാകണം. ഈമാൻ ഉൾക്കൊണ്ട് സൽപ്രവൃത്തികൾ കൊണ്ട് ഈമാനെ മാറ്റി കൂട്ടിയിട്ട് പിന്നെ ഇഹ്തദ, ആ തുടക്കം ഉഷാറായാൽ പോരാ, പിന്നെ എന്ത് വേണം? തുടക്കം പോരാ, പിന്നെ എന്ത് വേണം? ഇസ്തിഖാമത്ത് വേണം. ഇസ്തിഖാമ പറഞ്ഞാൽ എന്താ? ഒന്ന് നമ്മുടെ സരീഖുത്തൈർ, വഴിയാണ്. വഴി അതെന്തായിരിക്കണം? അത് ഈമാനും അമൽ സാലിഹും അനുസരിച്ചായിരിക്കണം. ആ വഴി എവിടെ മുട്ടണം? മരണം വരെ. അതാണ് ഒന്ന് നമ്മളുടെ തരീഖ്, മാർഗം. ഇസ്ലാമിക മാർഗേണ ചലിക്കണം, ഹിദായത്തിൻ്റെ മാർഗേണ ചലിക്കണം. ഏതുവരെ? അതാണ് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടുള്ളത് നിങ്ങൾ മരിക്കാനിട വരുത് എന്നാണ്. അപ്പോൾ ഹത്തൽ മമാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. അതാണ് നമ്മളുടെ റൂട്ട്, വഴി. എന്നിട്ട് വലാ തമൂതുൻ, നിങ്ങൾ മരിക്കാനിട വരരുത് ഒരിക്കലും. ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഫിനിഷിങ് അതെന്തിലായിരിക്കണം? ഈ വഴിയിൽ ചലിച്ചതനുസരിച്ചായിരിക്കണം, മുസ്ലിമായിട്ട് മരിക്കണം എന്നുള്ളതാണ്. അതാണ് എന്ത്? ഇഹ്തദ. അപ്പോൾ തുടക്കം പശ്ചാത്തപിച്ച് ഈമാൻ ഉൾക്കൊണ്ട് സൽപ്രവൃത്തി ചെയ്തിട്ട് ആ തുടക്കം മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെയോ തുടക്കത്തിനനുസരിച്ച് തുടർച്ചയുണ്ടാകണം, ഒടുക്കവും ആയിരിക്കണം. അപ്പോഴാണ് ഇസ്തിഖാമത്ത്. അത് ശ്രമകര, അത് ഏറ്റവും ശ്രമകരം അല്ലേ? അതിന് നല്ല എന്ത് വേണം? നല്ല നിശ്ചയദാർഢ്യം വേണം, അതിന് നമ്മുടെ നല്ല അധ്വാനം വേണം, പിന്നെ നമ്മുടെ ദുആയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പിന്നെ ശയ്യബത്ക, താങ്കൾക്ക് നര ബാധിച്ചിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? ശയ്യബത്നി ഹൂദു, എനിക്ക് ഹൂദ് നര ബാധിച്ചു, സൂറത്ത് ഹൂദ്. പിന്നെ ഇദാ വഖഅത്തിൽ വാഖിയ, സൂറത്തുൽ വാഖിയയും വൽ മുർസലാത്തും വ അമ്മ യതസാഅലൂൻ സൂറത്തും, പിന്നെ വഇദ ശംസു കുവ്വിറത്ത്, ഇദശംസു കുവ്വിറത്ത് സൂറത്തും. ഈ 5 സൂറത്താണ് എനിക്ക് നര ബാധിച്ചത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ നര ബാധിച്ച വിവരം പരന്നു. ചില റിപ്പോർട്ടുകളിൽ ശയ്യബത്നി ഖബ്ലൽ മശീബ്, വയസ്സാകണതിന് മുമ്പ് തന്നെ എനിക്ക് നര ബാധിച്ചു എന്നാണ്. റസൂലുള്ളാഹിക്ക് കുറച്ച് നേരെ ഉണ്ടായിരുന്നുള്ളൂ. നര ബാധിക്കാനൊരു ഏജ് ഉണ്ടല്ലോ, ആ ഏജ് ആണിന് മുമ്പ് എനിക്ക് നര ഏറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം, എന്താ ചോദ്യം? റസൂല് പിന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് പിന്നെ സൂറത്ത് ഹൂദ് നര ബാധിപ്പിച്ചിരിക്കുന്നു, സൂറത്ത് ഹൂദാണ് നിങ്ങൾക്ക് നര കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ സൂറത്ത് ഹൂദിൽ ഖസസുൽ അംബിയ ഉണ്ട്, ഹലാക്കുൽ ഉമമും ഉണ്ട്. ഖസസുൽ അംബിയ പറഞ്ഞാൽ നബിമാരുടെ ചരിത്രം. സൂറത്ത് ഹൂദ് ഓതിയിട്ടുണ്ടെങ്കിൽ നബിമാരുടെ ചരിത്രം മറ്റു സൂറത്തുകളിലൊന്നും പറയാത്ത വിധമുള്ള അവതരണമാണ്. പിന്നെ ഹലാക്കുൽ ഉമം, നബിമാരെ കളമാക്കിയ ജനങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് ഹൂദിൽ അതും മറ്റു സൂറകളിൽ പറയാത്ത വിധം പ്രതിവാദിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണോ നിങ്ങൾക്ക് നര കൊണ്ടുവന്നത് എന്ന് സൂറത്ത് ഹൂദിനെ പുരസ്കരിച്ച് നബിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ല, എന്നെ നര ബാധിപ്പിച്ചത് സൂറത്ത് ഹൂദിലേതാണ്, ഫസ്തഖിം കമാ ഉമിർത് എന്ന ആയത്താണ്. ഫസ്തഖിം കമാ ഉമിർത്, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഇസ്തഖിം, മാർഗത്തിൽ ചലിക്കണം,
മരണം കണ്ടെത്തും വേണം. അപ്പോൾ അത് ചെറിയ വിഷയമല്ല. നിസ്രാസമാതങ്ങൾക്ക് അതാണ് തലയിൽ നിരയുണ്ടാക്കിയത്, അല്ലെങ്കിൽ നിസ്രാസമാതങ്ങളുടെ ഭൂമേനിയിൽ നിര കൊണ്ടുവന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിര ബാധിച്ചു പോയി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയായിരിക്കണം? അപ്പോൾ അതാണ് ഇസ്തിഖാമത്തിൻ്റെ വിഷയം. അത് വളരെ ഗൗരവപ്പെട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കാര്യം ഇത് അടിസ്ഥാനമാണ്. ഒന്ന്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈമാൻ ഉൾക്കൊണ്ട് അമൽ ചെയ്ത് ആ വഴിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രവേശനം. ആ പ്രവേശ വഴിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പോകണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വഴിയിലായിരിക്കെ തന്നെ മരണം പ്രാപിക്കുകയും വേണം, മരണം വരിക്കുകയും വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഉദ്ദേശം.